നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സജീവമായും 3 പാർട്ടിക്കാരാണുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ, BJPക്കാർ, കോൺഗ്രസ്സുകാർ. അതിൽ ഈ 10 വർഷത്തെ വളർച്ച നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ സ്ഥാനമാണ് ഒന്നാമതെത്തുന്നത്. കാരണം BJPക്ക് അത്രയും നല്ലൊരു ഗ്രോത്ത് ആണുള്ളത്. ആളുകൾ എത്രയൊക്കെ അവരെ കളിയാക്കിയാലും ഈ 10 വർഷത്തിനുള്ളിൽ BJP ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ നേട്ടം വരാനുള്ള ഒറ്റ കാരണമാണ് അവരുടെ പെരുമാറ്റം. എല്ലാ ജനങ്ങളോടും അവർ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. നമ്മൾ എത്രയൊക്കെ വർഗീയത പറഞ്ഞാലും BJPക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരും ഒരു വർഗീയ സ്റ്റാൻഡും വരുന്നത് നോർത്ത് ഇന്ത്യൻ സൈഡിലാണ്. BJP എന്ന് കേൾക്കുമ്പോൾ തന്നെ പൊതുവെ എല്ലാവരും നെഗറ്റീവാണ് പറയുന്നത്. ഇവരെന്തോ വർഗീയവാദികളാണ്, ഇവരിനി ജയിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് മാത്രമേ നേട്ടമുണ്ടാകൂ, മുസ്ലിംസിനൊന്നും ഒരു ഗുണവും ഉണ്ടാകില്ല, അങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ് പൊതുവെ ഇവർക്കുണ്ട്. പക്ഷേ 10 വർഷം കൊണ്ട് ഇവരുടെ ഒരു വളർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലാണ്. മറ്റു പാർട്ടിക്കാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ഈ BJPക്കാർ പെരുമാറുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് തോന്നും ഈ BJPക്കാർ ആ വീട്ടിലെ അംഗമാണെന്ന്. അത്രയും നല്ല രീതിയിലാണ് ഈ BJPക്കാർ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൊതുവെ ഇവർക്ക് നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിലൊരു പ്രോഗ്രസ് നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൽ BJP ഇത്രയും നല്ല രീതിയിൽ വളരാനുള്ള കാരണം അവരുടെ പെരുമാറ്റ രീതി മാത്രമാണ്. എല്ലാവരോടുമുള്ള സ്നേഹത്തോടുള്ള പെരുമാറ്റം. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ അവരൊരു വേർതിരിവും കാണിക്കുന്നതായി ഇതുവരെയായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ഒരുപാട് പേര് പറയുന്നുണ്ട് അവരെല്ലാം വർഗീയവാദികളെന്നാണ്. ഇത്രത്തോളം വർഗീയവാദികളും ഇത്രത്തോളം മോശപ്പെട്ട ആൾക്കാരുമാണെങ്കിൽ 10 വർഷം കൊണ്ട് അവർക്ക് ഒരിക്കലും ഇത്രത്തോളം ഒരു നല്ല രീതിയിലുള്ള നേട്ടം കൈവരിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു പാർട്ടിക്കാർ ഇവർ എന്തൊക്കെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. BJPക്കാരെ ചാണകമെന്നും വർഗീയവാദികളെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ BJP മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു മര്യാദയും അല്ലെങ്കിൽ ഒരു ബഹുമാനവും അല്ലെങ്കിൽ ഒരു സ്നേഹവും ഇതെല്ലാം നിങ്ങളെല്ലാം കണ്ടുപഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ കാണാം അയാളുടെ അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ. പക്ഷേ നമ്മളൊരു BJPക്കാരൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ ആയിരിക്കും അദ്ദേഹം നമ്മളോട് പെരുമാറുന്നത്.